ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു മികച്ച തായ്വാൻ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് കാണാൻ പോകുന്നത്. ഈ സിനിമയുടെ പേര് ഞാൻ ആദ്യമേ പറയാം. ഹൂ കിൽഡ് കോക്ക് റോബിൻ എന്നാണ്. എന്തിനാണ് ഞാൻ ഇത് ആദ്യമേ പറയുന്നതെന്ന് വെച്ചാൽ, ഈ സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും ഒരു കൊലപാതകം നടന്നിട്ടുണ്ടാവും, അതാരാണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുന്ന സിനിമയായിരിക്കുമെന്ന്. എന്നാൽ ഇതങ്ങനെയല്ല. ഹൂ കിൽഡ് കോക്ക് റോബിൻ എന്നതൊരു പഴയ നഴ്സറി റൈമാണ്. കോക്ക് റോബിൻ എന്നൊരു പക്ഷി മരിച്ചുപോയി. ആ പക്ഷിയുടെ കൊലപാതകത്തിന് ആരാണ് കാരണമെന്ന് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലൂടെ പറയുന്നതാണ് ആ നഴ്സറി റൈം. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും ഒരു സംഭവം നടക്കുന്നു. ഒരു ആക്സിഡന്റ്. ആ ആക്സിഡന്റ് എങ്ങനെ സംഭവിച്ചു എന്ന് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഓരോ കാഴ്ചപ്പാടിലും ഓരോ ട്വിസ്റ്റുകൾ വെളിപ്പെടും. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഈ പേര് നൽകിയിരിക്കുന്നത്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫിലിം ടെല്ലർ. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ഒരു ലൈക്കും കൂടി. സമയം കളയാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥയുടെ തുടക്കത്തിൽ രാത്രിയിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റോഡരികിൽ ഒരു കാറ് നിർത്തിയിട്ടിരിക്കുന്നു. അതിനകത്ത് ഒരാൾ ഉറങ്ങുന്നുണ്ട്. അയാളുടെ പേര് വാങ്. ഏതെങ്കിലും പാർട്ടിക്ക് പോയി നന്നായി മദ്യപിച്ചിട്ടുണ്ടാവും. ഇനി കാർ ഓടിക്കാൻ കഴിയില്ലെന്ന് കരുതി വണ്ടി ഒതുക്കി നിർത്തി ഉറങ്ങുകയാണ്. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന വാങ് എഴുന്നേൽക്കുന്നു. അയാളെ മറികടന്ന് ഒരു കാർ വേഗത്തിൽ പോകുന്നു. ഉടനെ അയാൾ കാറിൽ നിന്ന് ടോർച്ച് ലൈറ്റ് എടുത്ത് പുറത്തിറങ്ങി നോക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അയാൾ വീണ്ടും കാറിലേക്ക് തിരിച്ചു വരുന്നു. മഴയിൽ നനഞ്ഞ് അയാൾ ഒരു പ്രത്യേക അവസ്ഥയിലായിരുന്നു. അയാൾ എന്തോ കണ്ടിരിക്കുന്നു. നോക്കുമ്പോൾ ഒരു ആക്സിഡന്റ് നടന്നിരിക്കുന്നു. കാറ് തകർന്നിട്ടുണ്ട്. അതിലൊരു സ്ത്രീ മരിക്കാൻ പോകുന്ന അവസ്ഥയിലാണ്. ഗ്ലാസ് എല്ലാം പൊട്ടി ചിതറിയിരിക്കുന്നു. അവരുടെ കണ്ണു മാത്രം തുറന്നിരിക്കുന്നു. ഈ സംഭവം നടന്ന് 9 വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നു. നമ്മുടെ വാങ് ഒരു പാലത്തിന് മുകളിലൂടെ കാർ ഓടിച്ചു പോവുകയാണ്. അപ്പോൾ പാലത്തിലൂടെ പോകുന്ന വണ്ടികളെല്ലാം വേറൊരു വഴിയിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വാങ് ഒരു വലിയ ന്യൂസ് മീഡിയയിൽ റിപ്പോർട്ടറാണ്. അയാളുടെ കാറിൽ പോലീസ് റേഡിയോയുണ്ട്. അതിലൊരു പോലീസ് സംസാരിക്കുന്നു. പാലത്തിൽ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്. പാലത്തിലുള്ള വണ്ടികളുടെ റൂട്ട് മാറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. റെസ്ക്യൂ ടീം വേഗം വരുമെന്ന് പറയുന്നു. ഇത് കേട്ട ഉടനെ നമ്മുടെ വാങ് നേരെ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് പോവാണ്. പോയിട്ട് സഹായിക്കുകയല്ല, മറിച്ച് കാറിനുള്ളിൽ ആരാണെന്നാണ് അയാൾ നോക്കുന്നത്. ഒരു വലിയ പണക്കാരനും ഒരു മോഡലായ സ്ത്രീയുമാണ് കാറിലുള്ളത്. ആഹാ, ഇയാൾ ഈ മോഡലിനൊപ്പം കറങ്ങി നടന്ന് ആക്സിഡന്റിൽ പെട്ടതാണല്ലേ എന്ന് കരുതി ഇതൊരു ഹോട്ട് ന്യൂസ് ആണെന്ന് വിചാരിച്ച് പോലീസുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഫോട്ടോകളെടുത്ത് തന്റെ ന്യൂസ് മീഡിയയിലേക്ക് അയച്ചു കൊടുക്കുന്നു. ഇതാണ് വാങ്ങിന്റെ ജോലി. അപ്പോൾ വാങ്ങിന് മാഗി എന്നൊരു സ്ത്രീ ഫോൺ ചെയ്യുന്നു. ഈ മാഗി ആരാണെന്ന് വെച്ചാൽ വാങ്ങിനൊപ്പം ഈ ന്യൂസ് മീഡിയയിൽ ജോലി ചെയ്യുന്ന ആള് തന്നെയാണ്. അവർ വിളിച്ചിട്ട് ചോദിക്കുന്നു, എന്താടാ ഫോട്ടോയൊക്കെ അയച്ചിരിക്കുന്നേ? ശരിക്കും ആ പണക്കാരൻ ഒരു മോഡലിന്റെ കൂടെ കറങ്ങുകയായിരുന്നു? അതെ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. വേഗം ന്യൂസിൽ കൊടുക്ക്. അങ്ങനെയൊന്നും പെട്ടെന്ന് കൊടുക്കാൻ പറ്റില്ല, കുറച്ച് റിസർച്ച് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പറ്റൂ എന്നവർ പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഇയാൾ ഫോൺ കട്ട് ചെയ്ത അടുത്ത നിമിഷം സൈഡിൽ നിന്നൊരു വണ്ടി വന്ന് വാങ്ങിന്റെ കാറിനിടിച്ച് ആക്സിഡന്റ് ആക്കുന്നു. അത്രയേ ഉള്ളൂ. വാങ്ങിന്റെ കാറ് പപ്പടം പോലെ നുറുങ്ങിപ്പോയി. ഭാഗ്യത്തിന് അയാൾക്കൊന്നും പറ്റിയില്ല. നേരെ കാറുമായി ഒരു മെക്കാനിക്കായ സുഹൃത്തിന്റെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നു, എന്തിനാണ് സെക്കൻഡ് ഹാൻഡ് BMW കാറ് കിട്ടുന്നതെന്ന് കേട്ടപ്പോ എന്നെ കൂടി വിളിക്കാതെ തനിച്ചു പോയി വാങ്ങിയേ? നോക്ക്, നിന്നെ അവർ പറ്റിച്ചിരിക്കുന്നു. ഇതൊരു ആക്സിഡന്റ് ആയ വണ്ടിയാണ്. പണിയെല്ലാം തീർത്ത് നിനക്ക് തന്നിരിക്കുന്നു. അത് വിശ്വസിച്ച് നീ ഇത് വാങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് നമ്മുടെ വാങ്, എന്ത്, ആക്സിഡന്റ് ആയ വണ്ടിയോ? ഞാനൊന്ന് പോലീസിനോട് ചോദിച്ച് ഉറപ്പുവരുത്താമെന്ന് പറഞ്ഞ് നേരെ സ്റ്റേഷനിലേക്ക് വരുന്നു. അവിടെയുള്ള ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന് നമ്മുടെ വാങ്ങിനെ പരിചയമുണ്ട്. ഒരുപാട് കേസുകളിൽ വാങ്ങ സഹായിച്ചതുകൊണ്ട് അയാൾ ചോദിക്കുകയാണ്, ഈ കാറിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം. ആരാണ് ഇതിന്റെ ഉടമസ്ഥൻ? ഇതിനു മുമ്പ് എന്തെങ്കിലും ആക്സിഡന്റ് ആയിട്ടുണ്ടോ എന്ന് ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനും ശരി ശരി, പരിചയക്കാരനായതുകൊണ്ട് സഹായിക്കാമെന്ന് പറഞ്ഞ് ആ ഡീറ്റെയിൽസ് വാങ്ങി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പുതുതായി ജോയിൻ ചെയ്ത ഒരു പയ്യന്റെ കയ്യിൽ കൊടുത്തിട്ട്, ഈ കാറിനെ പറ്റിയുള്ള മുഴുവൻ വിവരങ്ങളും എനിക്ക് വേണം, മനസ്സിലായോ എന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ വാങ് അയാളുടെ ന്യൂസ് മീഡിയയിലേക്ക് പോവാണ്. അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നു. നരച്ച മുടിയും കണ്ണടയുമുള്ള ആളാണ് ഈ മീഡിയയുടെ ചീഫ്. പിന്നെ കണ്ണടയൊക്കെ വെച്ച് മുടിയൊക്കെ വെട്ടി വട്ടമുഖമുള്ള ആളില്ലേ, അയാളാണ് ഈ ചാനലിന്റെ എഡിറ്റർ. നമ്മുടെ വാങ് ഒരു ഫോട്ടോ എടുത്തു കൊടുത്തില്ലേ, ഒരു വലിയ പണക്കാരൻ ഒരു മോഡലിനൊപ്പം കാറിലിരിക്കുമ്പോൾ ആക്സിഡന്റ് ആയെന്ന്. ആ വിഷയത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ആ ചാനലിന്റെ എഡിറ്റർ പറയുന്നു, സർ, ആ പണക്കാരന്റെ കൂടെ ഒരു മോഡൽ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ തമ്മിലൊരു ബന്ധമുണ്ടെന്ന് നമുക്ക് തെറ്റായ വാർത്ത നൽകാൻ കഴിയില്ലല്ലോ. സർ, തെറ്റൊന്നുമില്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അവർക്കിടയിൽ എന്തോ ഒരു കള്ളക്കളിയുണ്ട്. അതുപോലെ ഇത്തരം അഭീത വാർത്തകൾ കൊടുത്താൽ മാത്രമേ നമുക്ക് ഒന്നാം സ്ഥാനത്ത് വരാൻ കഴിയൂ എന്ന് വാങ് പറയുമ്പോൾ എഡിറ്റർ വാങ്ങിനെ ദേഷ്യത്തോടെ നോക്കുന്നു. കാരണം എഡിറ്റർക്ക് വാങ്ങിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ചീഫ് പറയുന്നു, നമുക്ക് കുറച്ചുകൂടി ആലോചിച്ചിട്ട് കൂടുതൽ അന്വേഷിച്ചിട്ട് ഈ വാർത്ത കൊടുക്കാം. രാത്രിയാകുന്നു. ന്യൂസ് മീഡിയയുടെ ചീഫ് ഒരു പാർട്ടി സംഘടിപ്പിച്ചിട്ടുണ്ട്.
ജോലി ചെയ്യുന്ന എല്ലാവരും ആ പാർട്ടിക്ക് വന്നിട്ടുണ്ട്. ആ ചീഫിന് നല്ല സ്വാധീനമുണ്ട്. സത്യം പറഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം മന്ത്രിയാവാൻ പോവുകയാണ്. അതിന്റെ പാർട്ടിയാണിത്. ആ പാർട്ടിയിൽ വെച്ച് ചീഫ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്നു, ഇവിടെയുള്ള വാങ് ഞാൻ മന്ത്രിയായ ശേഷം ഇവനായിരിക്കും ഈ മീഡിയയുടെ ഹെഡ് ഓഫ് ദ ഡെസ്ക് എന്ന് പറഞ്ഞ് പ്രമോഷൻ നൽകുന്നതിനെ പറ്റി സംസാരിക്കുന്നു. വാങ്ങിനും വളരെ സന്തോഷമാകുന്നു. എന്നാൽ നമ്മുടെ വാങ് ആ മാഗി എന്ന പെൺകുട്ടിയെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം വാങ്ങിന് മാഗിയെ ഇഷ്ടമാണ്. പക്ഷെ മാഗിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ടും ഉണ്ട്. ഈ പാർട്ടിയൊക്കെ കഴിഞ്ഞ് മാഗിയെ ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മുടെ വാങ് ആണ്. അങ്ങനെ കാറിൽ കൊണ്ടുപോകുമ്പോൾ മാഗി അവരുടെ ബോയ് ഫ്രണ്ടിന് എന്തോ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. അവരും ബോയ് ഫ്രണ്ടും തമ്മിൽ വഴക്കാണെന്ന് തോന്നുന്നു. വളരെ സങ്കടത്തോടെ കരയുന്നു. ഇതാണ് ശരിയായ സമയമെന്ന് കരുതി വാങ് പറയുന്നു, നിന്നെ ആര് ഉപേക്ഷിച്ചു പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. അതിൽ മാഗിയും വീണു പോകുന്നു. അത്രയേ ഉള്ളൂ. അവർ രണ്ടുപേരും പ്രണയിക്കാൻ തുടങ്ങുന്നു. അന്ന് രാത്രി നമ്മുടെ വാങ് മാഗിയുടെ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്. അടുത്ത ദിവസം കണ്ണു തുറന്നു നോക്കുമ്പോൾ മാഗി ടിവിയിൽ ഒരു വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. വാങ്ങും അത് കണ്ട് ഞെട്ടുന്നു. എന്താണെന്ന് വെച്ചാൽ വാങ് ജോലി ചെയ്യുന്ന മീഡിയ ആ വാർത്ത പ്രസിദ്ധീകരിച്ചു. വാങ് പറഞ്ഞതുപോലെ തന്നെ ആ പണക്കാരനും മോഡലിനും തമ്മിൽ രഹസ്യബന്ധമുണ്ടെന്ന്. ആ വാർത്ത വന്ന ഉടനെ ആ പണക്കാരൻ പറയുന്നു, ആ മോഡൽ എന്റെ ഭാര്യയാണ്. 6 മാസം മുമ്പ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതാണ് എന്ന് തെളിവ് സഹിതം കാണിക്കുന്നു. തെറ്റായ വാർത്ത നൽകിയതിന് ആ ന്യൂസ് കമ്പനിക്കെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണെന്നും പ്രത്യേകിച്ച് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്ത റിപ്പോർട്ടർ വാങ് മാപ്പ് പറയണമെന്നും അയാൾ പറയുന്നു. വാങ്ങിന്റെ ഫോട്ടോകളെല്ലാം വാർത്തയിൽ വരുന്നു. വാങ്ങിന് എന്തു ചെയ്യണമെന്നറിയില്ല. ഈ വിഷയം ചീഫും അറിയുന്നു. അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിക്കുന്നു. അതിൽ പറയാണ്, വാങ് നീയൊരു വലിയ തെറ്റ് ചെയ്തു. നീ മാപ്പ് പറഞ്ഞേ പറ്റൂ. അതോടൊപ്പം നിന്നെ താൽക്കാലികമായി ജോലിയിൽ നിന്ന് പിരിച്ചുവിടാണ്. ഇപ്പോൾ അയാൾക്ക് പ്രമോഷൻ കിട്ടേണ്ടതായിരുന്നു. ഇപ്പോ അതും പോയി. അതിനുശേഷം വാങ് തന്റെ കാറിന്റെ വിവരങ്ങൾ പോലീസിന് കൊടുത്തിരുന്നല്ലോ. അതിനെക്കുറിച്ച് ചോദിക്കാൻ സ്റ്റേഷനിലേക്ക് വരാണ്. അവിടെ പുതുതായി ചേർന്ന പയ്യൻ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന് കൊടുക്കുന്നു. ആ ഉദ്യോഗസ്ഥൻ പറയുന്നു, എന്താ വാങ്, TV ന്യൂസിലൊക്കെ വരാൻ തുടങ്ങിയല്ലോ. സർ, നിങ്ങൾ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ കാര്യം പറ. ആ, നിന്റെ കാർ 9 വർഷം മുമ്പ് ആക്സിഡന്റ് ആയതാണ്. അതും ഒരു ഹിറ്റ് ആൻഡ് റൺ കേസ്. ഇന്ന് വരെ ആ കേസ് തീർന്നിട്ടില്ല. അതറിയാമോ? എന്ന് പറഞ്ഞ് ആ കേസ് ഫയൽ കാണിക്കുന്നു. ഒരു കാർ ആക്സിഡന്റായി. ഒരാൾ മരിച്ചുപോയി. ഒരു പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഈ ആക്സിഡന്റിനെ കുറിച്ച് പോലീസിന് വിവരം നൽകിയ സാക്ഷിയുടെ ഒപ്പം അവിടെയുണ്ട്. ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ വാങ് ഞെട്ടുന്നു. കാരണം അത് അയാളുടെ ഒപ്പായിരുന്നു. 9 വർഷം മുമ്പ് റോഡരികിൽ കാർ നിർത്തി ഉള്ളിലിരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് നല്ല മഴ. ഇതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത്. അപ്പോഴൊരു ശബ്ദം കേൾക്കുന്നു. ഇയാളെ കടന്ന് ഒരു കാർ വേഗത്തിൽ പോകുന്നുണ്ട്. വാങ് ഒരു ടോർച്ച് ലൈറ്റ് എടുത്ത് പോയി നോക്കുമ്പോൾ അവിടെ ഒരു കാർ തകർന്നു കിടക്കുന്നു. മറ്റൊരു കാർ ഇടിച്ചിട്ട് നിർത്താതെ പോയതാണ്. ആക്സിഡന്റ് ആയ കാറിൽ ഒരാൾ മരിച്ചു. ഒരു സ്ത്രീ ജീവന് വേണ്ടി പിടയുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ വാങ്ങാണ് പോലീസിന് വിവരം നൽകുന്നത്. 9 വർഷം മുമ്പ് അയാൾ കണ്ട ആ ആക്സിഡന്റ് ആയ കാർ തന്നെയാണ് മോഡിഫൈ ചെയ്ത് ഇപ്പോൾ അയാൾക്ക് തന്നെ വിറ്റിരിക്കുന്നത്. നമ്മുടെ വാങ്ങിന് എന്ത് ചെയ്യണമെന്നറിയില്ല. അയാൾ ഓഫീസിലേക്ക് പോകുന്നു. പക്ഷേ അയാൾക്ക് ജോലിയില്ലല്ലോ. എന്നാൽ മാഗിനെ മുകളിലേക്ക് വിളിച്ച് അവളുമായി തനിച്ച് കുറച്ചു നേരം സംസാരിക്കുന്നു. മാഗി, നടന്നതൊരു തെറ്റിദ്ധാരണയാണ്. അതിന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്ക് മനസ്സിലാകും വാങ്. പക്ഷേ ആ എഡിറ്റർക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ലല്ലോ. ഈ സമയം കൃത്യമായി ഉപയോഗിച്ച് ചീഫിനോട് സംസാരിച്ച് നിന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അയാൾ തന്നെയാണ് കാരണം എന്ന് മാഗി പറയുന്നു. അയാൾക്ക് എന്നോട് എന്തിനാണ് ഇത്ര ദേഷ്യം എന്ന് മനസ്സിലാവാതെ നമ്മുടെ വാങ് അയാളുടെ മെക്കാനിക്കായ സുഹൃത്തിനെ കാണാൻ പോവാണ്. ആ മെക്കാനിക് സുഹൃത്ത് അവന്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളെല്ലാം ഫോട്ടോ എടുത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഫോട്ടോകൾ കാണുമ്പോൾ ഞാൻ വളരെ സന്തോഷവാനായിരിക്കും. എന്നാ മദ്യപിച്ച എവിടെ നിന്നാണ് വരുന്നതെന്നറിയില്ല, സങ്കടം വന്ന് തല പെരുക്കും. എന്തായാലും ഇതാണ് എന്റെ സന്തോഷം. നിനക്കിതൊക്കെ സന്തോഷമുള്ള നിമിഷങ്ങളാണ്. പക്ഷേ ഞാനിപ്പോ വളരെ ദുഃഖത്തിലാണ്. നീ പറഞ്ഞതുപോലെ തന്നെ ആ കാറ് 9 വർഷം മുമ്പ് ആക്സിഡന്റ് ആയതാണ്. എന്ത്? 9 വർഷം മുമ്പോ? നീ ഒരു ആക്സിഡന്റ് നേരിട്ട് കണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ, അതാണോ എന്ന് ആ മെക്കാനിക് സുഹൃത്ത് വളരെ ആകാംക്ഷയോട് ചോദിക്കുന്നു. ആ, അതെ അതെ, അത് തന്നെ. ശരി, ഞാൻ വീട്ടിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് നമ്മുടെ വാങ് ഒരു ടാക്സിയിൽ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ആരോ അയാളെ പിന്തുടരുന്നതായി തോന്നാണ്. ശേഷം അയാൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയിട്ടും ആ 9 വർഷം മുമ്പ് നടന്ന ആക്സിഡന്റ് ആണ് അയാളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കി യഥാർത്ഥത്തിൽ ആ ആക്സിഡന്റിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്ന് അയാൾ ആഗ്രഹിക്കുകയാണ്. ആക്സിഡന്റ് നടക്കുമ്പോൾ നമ്മുടെ വാങ് ടോർച്ച് ലൈറ്റ് മാത്രമല്ല കൊണ്ടുപോയത്, ക്യാമറയും കൂടെ കൊണ്ടുപോയിരുന്നു. വേഗത്തിൽ പോയ കാർ ഇടിച്ചിട്ട് പോയ ആ കാറിന്റെ ഫോട്ടോ അയാൾ എടുത്തിരുന്നു. അങ്ങനെ തുടർച്ചയായി ഒരുപാട് ഫോട്ടോകൾ എടുത്തു. അതെല്ലാം ഒരു പഴയ ക്യാമറയിലുണ്ട്. ആ ക്യാമറ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് ആ ഫോട്ടോ ഫയലുകളെല്ലാം കാണുന്നത്. എന്നാൽ ഫോട്ടോകളുടെ ഓർഡറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്.
നടുവിൽ നിന്ന് 2-3 ഫോട്ടോകൾ കാണാനില്ല. നമ്മുടെ വാങ്ങിന് എന്തോ ഒരു സംശയം തോന്നുന്നു. ഉടനെ മാഗിയെ വിളിച്ച് അവർ രണ്ടുപേരും ഒരു ലൈബ്രറിയിലേക്ക് പോവാണ്. ആ ലൈബ്രറിയിൽ ഒരു പബ്ലിക് ന്യൂസ് ഓഫീസ് ഉണ്ട്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള പത്രങ്ങളെല്ലാം അവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. കൃത്യമായി ആ ആക്സിഡന്റ് നടന്ന ദിവസത്തെ പത്രം പരിശോധിക്കുമ്പോഴാണ് ആ ആക്സിഡന്റ് നടന്ന് കുറച്ച് സമയത്തിനുള്ളിൽ ഒരു ബിസിനസ്സുകാരന്റെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോയെന്നും ആ പെൺകുട്ടി മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയെന്നും അറിയുന്നത്. പിന്നെ ആ ആക്സിഡന്റിൽ ഒരാൾ മരിച്ചു. ഒരു പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലായിരുന്നു. പെട്ടെന്ന് ദുരൂഹമായ സാഹചര്യത്തിൽ ആശുപത്രിയിൽ നിന്ന് ആ പെൺകുട്ടിയെ കാണാതായി. ഇന്നുവരെ ആ ആക്സിഡന്റ് ചെയ്തതാരാണെന്നോ ആ ബിസിനസ്സുകാരന്റെ മകളെ കൊന്നതാരാണെന്നോ ആക്സിഡന്റിൽ രക്ഷപ്പെട്ട ആ പെൺകുട്ടി എവിടെ പോയെന്നോ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ വിവരങ്ങളെല്ലാം വാങ്ങും മാഗിയും മനസ്സിലാക്കുന്നു. വാങ് മാഗിയോട് പറയുന്നു, 9 വർഷം മുമ്പ് നമ്മുടെ ചീഫ് ഓഫീസിൽ ഒരു പാർട്ടി വെച്ചിരുന്നു. ആ പാർട്ടിയിൽ നന്നായി മദ്യപിച്ച് കാർ ഓടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒതുക്കി നിർത്തി ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് ഈ ആക്സിഡന്റ് നടന്നത്. ആ ആക്സിഡന്റിൽ ഇടിച്ചിട്ട് പോയ കാറിന്റെ ഫോട്ടോ ഞാൻ ക്യാമറയിലെടുത്തു. ആ ഫോട്ടോകളെല്ലാം നമ്മുടെ ഓഫീസിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ട എഡിറ്ററുടെ കയ്യിലാണ് കൊടുത്തത്. എന്നാൽ അതിലൊന്നുമില്ലെന്ന് പറഞ്ഞ് അയാൾ അത് തിരികെ തന്നു. ഇപ്പോ ഞാൻ ആ ഫോട്ടോകൾ പരിശോധിക്കുമ്പോൾ 2-3 കാണാനില്ല. ഒരുപക്ഷേ ആ ഫോട്ടോകളിൽ ഇടിച്ചിട്ട് പോയ കാറിന്റെ നമ്പർ ഉണ്ടായിരുന്നിരിക്കണം. അതാ എഡിറ്റർ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകാം. എന്തിനാണ് അയാൾ അത് ചെയ്തത്? ആരെ രക്ഷിക്കാനാണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ എന്നവർ പ്ലാൻ ചെയ്യാണ്. എന്നാൽ അതിനു മുമ്പ് ആ ആക്സിഡന്റിൽ രക്ഷപ്പെട്ട പെൺകുട്ടി, അവളുടെ പേര് ടിങ്, ആശുപത്രിയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായതാണ്. ആ പെൺകുട്ടിയെ എവിടെയാണെന്ന് കണ്ടുപിടിക്കണമെന്ന് കരുതി അതേ ആശുപത്രിയിലേക്ക് അവർ പോവാണ്. അവിടെ മാഗിയുടെ ഒരു സുഹൃത്ത് ജോലി ചെയ്യുന്നുണ്ട്. അവർ 9 വർഷം മുമ്പ് അഡ്മിറ്റായ ആ ടിങ് എന്ന പെൺകുട്ടിയുടെ വിവരങ്ങളെല്ലാം കൊടുക്കുന്നു. അങ്ങനെ അവർക്ക് ഒരു വിലാസം കിട്ടുന്നുണ്ട്. ആ വിലാസത്തിൽ പോയപ്പോൾ അതൊരു സൂപ്പർ മാർക്കറ്റ് ആയിരുന്നു. ടിങ് എന്ന പെൺകുട്ടിയുടെ കുടുംബമാണ് ആ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നത്. മാഗിയും വാങ്ങും ടിങ്ങിന്റെ കുടുംബത്തോട് തങ്ങൾ ടിങ്ങിന്റെ കൂടെ സ്കൂളിൽ പഠിച്ച സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നും ഇപ്പോൾ ടിങ് എവിടെയാണെന്നും അറിയാൻ ശ്രമിക്കുന്നു. അവിടെ ടിങ് അവളുടെ സുഹൃത്തുക്കളോടൊപ്പം എടുത്ത ഫോട്ടോയൊക്കെയുണ്ട്. നമ്മുടെ വാങ് അയാളുടെ മൊബൈലിൽ ആ ഫോട്ടോകളെല്ലാം എടുക്കുന്നു. പറയൂ, ടിങ് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെയുള്ള ആർക്കും ടിങ് ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങൾ കണ്ടിട്ട് വർഷങ്ങളായി എന്നവർ പറയുന്നു. നമ്മുടെ വാങ്ങിനും ഇനി എന്തു ചെയ്യണമെന്നറിയില്ല. അപ്പോഴാണ് ടിങ്ങിന്റെ കുടുംബത്തിലെ എല്ലാവരും ഒരു കാപ്പി ഉണ്ടാക്കി കുടിക്കുന്നത്. ആ കാപ്പിപ്പൊടിക്ക് നല്ല വിലയാണ്. അത് ചില സ്ഥലങ്ങളിൽ മാത്രമേ വിൽക്കുകയുള്ളൂ. അത് വാങ്ങുന്നവരും വളരെ കുറവാണ്. അതുകൊണ്ടാണ് അതിന് വില കൂടുതൽ. ഇത് ഇത്രയും വില കൂടിയ കാപ്പിപ്പൊടിയാണല്ലോ. നിങ്ങൾ കാപ്പി കുടിക്കാറുണ്ടോ എന്ന് വാങ്ങ് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കറിയില്ല, ഇത് ഞങ്ങൾക്ക് സമ്മാനമായി കിട്ടിയതാണ് എന്നവർ പറയുന്നു. വാങ്ങിന് എന്തോ ഒരു സംശയം തോന്നുന്നു. ഈ കാപ്പിപ്പൊടി അടുത്തുള്ള ഏത് കടയിൽ കിട്ടുമെന്ന് അന്വേഷിക്കുമ്പോൾ ഈ ജില്ലയിൽ ഒരേയൊരു കടയിൽ മാത്രമേ ആ കാപ്പിപ്പൊടി കിട്ടുകയുള്ളൂ എന്നവർ മനസ്സിലാക്കുന്നു. അങ്ങനെ നേരെ ആ കടയിലേക്ക് പോവുകയാണ്. ഈ കാപ്പിപ്പൊടി ആര് വാങ്ങാറുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇത് വാങ്ങുന്നവർ വളരെ കുറവാണ് സർ. ഒരു 3 പേരുണ്ടാകും. അതിൽ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ? അതെ, ഒരേ ഒരു സ്ത്രീയാണുള്ളത്. അവരുടെ പേര് മിസസ് ചാൻ എന്നാണ്. ദാ അവരിപ്പോ വന്നല്ലോ എന്ന് കടക്കാരൻ പറയുന്നു. വാങ്ങും മാഗിയും തിരിഞ്ഞു നോക്കുമ്പോൾ വന്നത് ടിങ് ആയിരുന്നു. മിസസ് ചാൻ എന്ന് വേറൊരു പേരിൽ അവിടെ ജീവിക്കുകയാണ്. നമ്മുടെ വാങ് ടിങ്ങിന്റെ കയ്യിൽ തന്റെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ വന്നതാണ്. ആ ആക്സിഡന്റിനെ കുറിച്ച് ഉടനെ ടിങ് നടന്ന കാര്യങ്ങൾ പറയുകയാണ്. ഞാനും എന്റെ ബോയ് ഫ്രണ്ടും ഒരുപാട് മദ്യപിച്ച് വണ്ടി ഓടിച്ചു വരികയായിരുന്നു. അപ്പോ ഏതോ ഒരു കാർ വന്ന് ഞങ്ങളെ ഇടിച്ചു. പക്ഷേ തെറ്റ് ഞങ്ങളുടെ ഭാഗത്തായിരുന്നു. കാരണം ഞങ്ങൾ മദ്യപിച്ചിരുന്നു. എന്റെ ബോയ് ഫ്രണ്ട് അവിടെ വെച്ച് തന്നെ മരിച്ചു. ശരി, അതവിടെ നിൽക്കട്ടെ. ആശുപത്രിയിലുണ്ടായിരുന്ന നിങ്ങൾ പെട്ടെന്ന് എന്തിനാണ് അപ്രത്യക്ഷയായത്? ഇപ്പോൾ മിസസ് ചാൻ എന്ന പേര് മാറ്റി എന്തിനാണ് ഇവിടെ കഴിയുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഇതിനപ്പുറം എനിക്കൊന്നും പറയാൻ കഴിയില്ല. ദയവായി എന്നെ വിടൂ എന്ന് പറഞ്ഞ് ടിങ് അവിടെ നിന്ന് പോകുന്നു. എന്റെ വിസിറ്റിംഗ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്ന് വാങ് ഉറക്കെ പറയുന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ടിങ് അവിടെ നിന്നും പോവാണ്. വാങ് വീട്ടിലേക്ക് വരുന്നു. അയാൾ ആകെ ആശയക്കുഴപ്പത്തിലാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്ന ആ ആക്സിഡന്റിന്റെ കേസ് ഫയൽ വായിക്കുമ്പോഴാണ് മരിച്ചുപോയ ടിങ്ങിന്റെ ബോയ് ഫ്രണ്ടിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതിലുണ്ടെന്ന് കാണുന്നത്. അതിലയാൾ മദ്യപിച്ചിട്ടില്ല, പൂർണ്ണ ബോധത്തിലായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണിത്? ടിങ് പറഞ്ഞത് ബോയ് ഫ്രണ്ട് മദ്യപിച്ചിരുന്നെന്നാണല്ലോ. എന്നാൽ റിപ്പോർട്ടിൽ മദ്യപിച്ചിട്ടേയില്ല. എന്ന ആശയക്കുഴപ്പത്തിലിരിക്കുമ്പോൾ ടിങ്ങിനൊരു കോള് വരുന്നു. പറയൂ, എന്താ വിളിച്ചേ? ഞാനെന്തിനാണ് വിളിച്ചതെന്ന് വെച്ചാൽ ദയവായി എന്നോട് സംസാരിച്ച കാര്യങ്ങൾ ആരോടും പറയരുത്. ടിങ്, ആക്സിഡന്റ് നടക്കുമ്പോൾ നിന്റെ ബോയ് ഫ്രണ്ട് നന്നായി മദ്യപിച്ചിരുന്നെന്ന് പറഞ്ഞല്ലോ. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അയാൾ മദ്യപിച്ചിട്ടേയില്ല എന്നാണല്ലോ വന്നിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ കള്ളം പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഇതിനപ്പുറം വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഇതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാം ഞാൻ മറക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ വീടിനകത്തേക്ക് പോവാണ്. അപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്നു. 1 സെക്കൻഡ് എന്ന് പറഞ്ഞ്
വാങ്ങിന്റെ കോള് കട്ട് ചെയ്യാതെ അവർ വാതിൽ തുറക്കാണ്. അപ്പോ ആരോ ഒരാൾ ടിങ്ങിനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ടിങ് നിലവിളിക്കുന്നത് നമ്മുടെ വാങ്ങിന് ഫോൺ കോളിലൂടെ കേൾക്കുന്നുണ്ട്. വാങ്ങിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ഉടനെ ടിങ്ങിന്റെ വീട് കണ്ടുപിടിക്കണം. പക്ഷേ വീട് എവിടെയാണെന്നറിയില്ല. അതുകൊണ്ട് ആ കാപ്പിപ്പൊടി വിൽക്കുന്ന കടക്കാരനോട് പോയി മിസ്സസ് ചാൻ എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീട് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ വീട് ഞങ്ങൾക്ക് ശരിക്കറിയില്ല. പക്ഷെ ഫോൺ വിളിച്ചാൽ ഉടനെ വരും. അതിനർത്ഥം അടുത്തായിരിക്കും താമസം എന്ന് തോന്നുന്നു. ഇവിടെ വാടകയ്ക്ക് ഒരു വലിയ അപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് പറയുന്നു. ഇയാൾ പോയി നോക്കുമ്പോൾ ഒരുപാട് വീടുകളുണ്ട്. എല്ലാ വീടുകളുടെയും വാതിൽ പരിശോധിക്കുമ്പോൾ ഒരു വീടിന്റെ വാതിൽ മാത്രം തകർന്നിരിക്കുന്നു. ഇത് തീർച്ചയായും ടിങ്കിന്റെ റൂമായിരിക്കും എന്ന് കരുതി നമ്മുടെ വാങ് അകത്തേക്ക് പോകുന്നു. അതേസമയം ജനലിലൂടെ ഒരാൾ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാണ്. ഉടനെ നമ്മുടെ വാങ്ങും അയാളുടെ പിന്നാലെ പോയി പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അയാൾ അതിവേഗം ഓടിപ്പോയി കാറെടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടാണ്. അങ്ങനെ രക്ഷപ്പെട്ടു പോയ ആളാണ് ടിങ്ങിനെ എവിടെയോ കെട്ടിയിട്ടിരിക്കുന്നത്. ആ കെട്ടഴിച്ച് ടിങ് പുറത്തു വന്ന് അവിടെയുള്ള തന്റെ ഫോൺ എടുത്ത് ഉടനെ വാങ്ങിന് കോൾ ചെയ്യുന്നു. പക്ഷേ കോള് പോകുന്നില്ല. കാരണം ഒരാളെ പിന്തുടർന്നു പോയപ്പോൾ ഫോൺ തകർന്നു പോയിരിക്കുന്നു. എങ്കിലും അതെല്ലാം ശരിയാക്കി ഓൺ ചെയ്യുമ്പോൾ ഏതോ ഒരു നമ്പറിൽ നിന്ന് കോള് വന്നിട്ടുണ്ട്. ഒരു വോയിസ് മെസ്സേജും. അത് പ്ലേ ചെയ്യുമ്പോൾ ആ ടിങ് എന്ന പെൺകുട്ടിയാണ് സംസാരിക്കുന്നത്. ദയവായി എന്നെ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ആരോ വന്നിട്ട് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത് പോലെ തോന്നുന്നു. അവർ വേദന കൊണ്ട് നിലവിളിക്കുന്ന ശബ്ദമെല്ലാം ആ വോയിസ് റെക്കോർഡിൽ സേവ് ആയിട്ടുണ്ട്. ഇത് കേട്ട് നമ്മുടെ വാങ്ങിനും എങ്ങനെയെങ്കിലും ടിങ്ങിനെ രക്ഷിക്കണമെന്ന് തോന്നുന്നു. മാഗിയോടൊപ്പം വാങ്ങ് പോകുമ്പോൾ അവർ ഒരു സിഗ്നലിൽ നിർത്തുന്നു. സിഗ്നലിൽ ഒരു കണ്ണാടി ഉണ്ടാവുമല്ലോ, വൃത്താകൃതിയിൽ. ബ്ലൈൻഡ് സ്പോട്ട് കാറുകൾ പോലും അതിൽ കാണാൻ സാധിക്കും. അത് കണ്ട ഉടനെ വാങ്ങിനൊരു ആശയം തോന്നുന്നു. എന്നാൽ അതിനു മുമ്പ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ട് ടിങ് സംസാരിച്ച വോയിസ് മെസ്സേജ് കാണിച്ചിട്ട് ഇവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഈ നമ്പർ അവസാനമായി ഏത് ലൊക്കേഷനിലായിരുന്നു എന്ന് പറയാമോ? തീർച്ചയായും ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ആ ജോലിയിൽ ഏർപ്പെടുന്നു. ഇവിടെ വാങ്ങിന് ഒരാശയം തോന്നിയല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് വാങ് ഒരുപാട് ഫോട്ടോകൾ എടുത്തിരുന്നു. കാർ നമ്പർ വ്യക്തമായിരുന്ന ഫോട്ടോകളെല്ലാം ഡിലീറ്റ് ചെയ്തിരുന്നു. എങ്കിലും ബാക്കിയുള്ള ഫോട്ടോകളിൽ വൃത്താകൃതിയിലുള്ള ആ വൈഡ് മിറർ ഉണ്ട്. ആ മിററിലെ ഒരു ഫോട്ടോയിൽ മാത്രം ഇടിച്ചിട്ട് പോയ കാറിന്റെ നമ്പർ ചെറുതായി കാണുന്നുണ്ട്. പക്ഷെ മുഴുവൻ നമ്പറും വ്യക്തമല്ല. നമ്മുടെ വാങ് ഒരുപക്ഷെ ഈ നമ്പറുകളായിരിക്കാമെന്ന് പറഞ്ഞ് 4 കാർ നമ്പറുകൾ എഴുതി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ പുതുതായി ജോലിക്ക് ചേർന്ന ഒരു പയ്യനുണ്ടല്ലോ, അയാൾ നേരത്തെ കാറിന്റെ വിവരങ്ങൾ എടുത്തു കൊടുത്തിരുന്നു. ആ പയ്യന്റെ അടുത്ത് പോയി എനിക്ക് ഈ 4 കാർ നമ്പറുകളുടെ ഉടമസ്ഥൻ ആരാണെന്നും അവരുടെ വിലാസവും മറ്റു വിവരങ്ങളും കണ്ടുപിടിച്ചു തരണമെന്ന് പറയുന്നു. ആ പയ്യനും സഹായിക്കാമെന്ന് പറഞ്ഞ് വിവരങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മുടെ വാങ് അതെല്ലാം പരിശോധിക്കുമ്പോൾ അയാൾ ഊഹിച്ച 4 നമ്പറുകളിൽ ഒന്ന് അയാൾ ജോലി ചെയ്യുന്ന മീഡിയ കമ്പനിയുടെ ചീഫിന്റെ കാർ നമ്പർ ആയിരുന്നു. ഒരുപക്ഷേ ഇയാളായിരിക്കുമോ ആ ആക്സിഡന്റ് നടത്തിയത് എന്ന് അയാൾക്ക് സംശയം തോന്നുന്നു. അങ്ങനെ വാങ് 9 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. ആ ആക്സിഡന്റിലെടുത്ത ഫോട്ടോകളും കൊണ്ട് നേരെ മീഡിയയുടെ എഡിറ്ററെയാണ് കാണാൻ പോകുന്നത്. ആ എഡിറ്റർ വാങ്ങിനെ കൂട്ടി ചീഫിന്റെ അടുത്തേക്ക് പോകുന്നു. ചീഫ് ആ ഫോട്ടോകളെല്ലാം നോക്കിയിട്ട് പറയുന്നു, നോക്കൂ, ഇതൊന്നും അത്ര പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. നീ നമ്മുടെ കമ്പനിയിൽ ഇന്റേൺഷിപ്പിലല്ലേ? നിന്റെ ജോലി ഞാൻ പെർമനന്റ് ആക്കാം, നല്ല ശമ്പളവും തരാം. ഇവിടെ തന്നെ നിന്നോ. ഈ ഫോട്ടോ കാണിച്ചതിന് ശേഷമാണ് അവന് ജോലി കിട്ടിയത്. തീർച്ചയായും ചീഫിനും ഇതിനും എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് വാങ് ഉറപ്പിക്കുന്നു. അതുകൊണ്ട് നേരെ ചീഫിനോട് സംസാരിക്കാമെന്ന് കരുതി വാങ് കാറിൽ പോകുമ്പോൾ അയാളുടെ മെക്കാനിക്കായ സുഹൃത്ത് വിളിക്കുന്നു. എടാ, 9 വർഷം മുമ്പ് നടന്ന ഒരു ആക്സിഡന്റിനെ കുറിച്ചല്ലേ നീ ഇപ്പോൾ അന്വേഷിക്കുന്നേ? അതിനെക്കുറിച്ച് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം അറിയാം. വേഗം വാ എന്ന് പറയുന്നു. നമ്മുടെ വാങ് കാറ് തിരിച്ചു നേരെ മെക്കാനിക്ക് സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ മെക്കാനിക് സുഹൃത്ത് സ്വയം ജീവനൊടുക്കി മരിച്ചിരിക്കുന്നു. പോലീസ് അവിടെ എത്തുന്നു. ചീഫും ആ സ്ഥലത്തേക്ക് വരാണ്. നമ്മുടെ വാങ് ചീഫിന്റെ അടുത്തേക്ക് പോയി പറയാണ്, സർ, 9 വർഷം മുമ്പ് നടന്ന ആ ആക്സിഡന്റിൽ ഇടിച്ചിട്ട് പോയ കാറിന്റെ ഫോട്ടോ ഞാൻ എടുത്തിരുന്നു. ആ ഫോട്ടോ ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നു. എന്നാൽ നിങ്ങളാണ് അത് ഡിലീറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളല്ലേ ആ കാർ ആക്സിഡന്റ് ആക്കിയത് എന്ന് ചോദിക്കുമ്പോൾ ചീഫ് എല്ലാ കാര്യങ്ങളും പറയാൻ തുടങ്ങാണ്. യഥാർത്ഥത്തിൽ 9 വർഷം മുമ്പ് എന്റെ കാർ ഓടിച്ചത് നിന്റെ ആ മെക്കാനിക് സുഹൃത്താണ്. അവൻ പ്രണയിക്കുന്ന പെൺകുട്ടിയോട് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഒരു ആഡംബര കാർ വേണോന്ന് പറഞ്ഞ് എന്റെ കാർ എടുത്തുകൊണ്ട് പോയി. അവരുടെ പ്രണയം സഫലമായി. നന്നായി മദ്യപിച്ച് വണ്ടി ഓടിച്ചു വരുമ്പോഴാണ് ആ ആക്സിഡന്റ് നടത്തിയത്. നിന്റെ ആ മെക്കാനിക് സുഹൃത്ത് എന്റെ കാലിൽ വീണ് കെഞ്ചി, ദയവായി എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, കേടുപാടുകൾ സംഭവിച്ച നിങ്ങളുടെ കാറ് ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. ശരിയെന്ന് കരുതി ഞാനും വിട്ടു. പക്ഷെ നീ ഫോട്ടോകളെല്ലാം എടുത്തു വന്നു. അതിലെന്റെ കാറിന്റെ നമ്പറും ഉണ്ടായിരുന്നു. അനാവശ്യമായി ഞാനും കുടുങ്ങും. നിന്റെ സുഹൃത്തിനെയും രക്ഷിക്കണമെന്ന് കരുതി ഞാനാണ് ആ ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്തത്. ഇങ്ങനെ ചീഫ് പറയുമ്പോൾ വാങ്ങിന് കാര്യങ്ങൾ മനസ്സിലാവുന്നു. വാങ് ഈ കേസിൽ ഇറങ്ങിയതിനു ശേഷം വാങ്ങിനെ ആരോ പിന്തുടർന്നിരുന്നല്ലോ. അത് ഈ മെക്കാനിക് സുഹൃത്തായിരുന്നു.
ജനലിലൂടെ ചാടി ഓടിപ്പോയതും കാറിൽ രക്ഷപ്പെട്ടതും ആ മെക്കാനിക് സുഹൃത്തായിരുന്നു. അയാൾ മദ്യപിക്കുമ്പോൾ വളരെ ദുഃഖിതനാകുമായിരുന്നു. അങ്ങനെ ദുഃഖം വന്നപ്പോൾ ചെയ്തതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി വാങ്ങിനെ കോൾ ചെയ്തിരുന്നു. ദുഃഖം താങ്ങാനാവാതെ അയാൾ സ്വയം ജീവനൊടുക്കി. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വാങ് മനസ്സിലാക്കുന്നു. ഇപ്പോൾ വാങ്ങിന് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചില വിവരങ്ങൾ കൊടുക്കാണ്. ടിങ് എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് വോയിസ് മെസ്സേജ് അയച്ച ഫോണിന്റെ അവസാന ലൊക്കേഷൻ ചോദിച്ചിരുന്നല്ലോ, ആ ലൊക്കേഷൻ അവർ കൊടുത്തു. 2 പോലീസുകാരെയും കൂട്ടി ആ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ ഒരുപാട് വീടുകളുണ്ട്. അതിലേത് വീട്ടിലാണ് അവരുള്ളതെന്നറിയില്ല. എങ്കിലും ഓരോ വീടായി കയറി ടിങ്ങിന്റെ ഫോട്ടോ കാണിച്ച് ഈ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു വരുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് പോലീസിൽ പുതുതായി ചേർന്ന പയ്യൻ പുറത്തേക്ക് വരാണ്. വാങ് ചോദിക്കുന്നു, എടാ നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഹലോ, ഇത് എന്റെ വീടാണ്. ഓ, അങ്ങനെയാണോ? എന്നാലും വാങ്ങിന് ചെറിയൊരു സംശയം തോന്നാണ്. അകത്ത് കയറി പരിശോധിക്കുമ്പോൾ വീട് സാധാരണ നിലയിലായിരുന്നു. കഴിയുന്നത്ര തിരഞ്ഞിട്ടും ടിങ്ങിനെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചില്ല. ഒരുപാട് വീടുകൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. വാറന്റ് ഇല്ലാതെ അവിടേക്ക് കയറാൻ കഴിയില്ല. ശരിയെന്ന് കരുതി വാങ്ങ് അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണ് പുതുതായി ജോലിക്ക് ചേർന്ന ആ പയ്യൻ ആ വീട്ടിൽ നിന്ന് അടുത്തുള്ള പൂട്ടിക്കിടക്കുന്ന ഒരു വീട്ടിലേക്ക് പോകുന്നത്. അവിടെയാണ് ടിങ്ങിനെ ഈ പയ്യൻ തട്ടിക്കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നത്. ഇനി മുതൽ നമുക്ക് ഈ പയ്യനെ സൈക്കോ എന്ന് വിളിക്കാം. യഥാർത്ഥത്തിൽ 9 വർഷം മുമ്പ് ആ ആക്സിഡന്റ് നടന്നതിന് ശേഷം ടിങ് എന്ന പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ദുരൂഹ സാഹചര്യത്തിൽ ആ പെൺകുട്ടിയെ കാണാതായല്ലോ. അവളെ തട്ടിക്കൊണ്ടുപോയത് ഈ സൈക്കോ ആയിരുന്നു. തട്ടിക്കൊണ്ടുവന്ന് മരുന്ന് കൊടുക്കുകയും ഭക്ഷണം കൊടുക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്ത് ടിങ്ങിനെ ഒരു വഴിക്കാക്കി. ഒരു ഘട്ടത്തിൽ ടിങ്ങിന്റെ ശരീരം കുറച്ചുകൂടി മെച്ചപ്പെട്ട് നടക്കാവുന്ന അവസ്ഥയിലായി. ഈ സൈക്കോ ടിങ്ങിന്റെ കയ്യിലെ കെട്ടഴിച്ചു വിടുന്നു. അവൾ ഇവിടെ നിന്ന് രക്ഷപ്പെടില്ലെന്ന് അയാൾ കരുതുന്നു. എന്നാൽ ടിങ് അവിടെ നിന്ന് രക്ഷപ്പെടാണ്. യഥാർത്ഥത്തിൽ ആ ടിങ് എന്ന പെൺകുട്ടി ഈ സൈക്കോയെ ഭയന്നാണ് മിസസ് ചാൻ എന്ന പേരിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ വാങ് ആ കാറിന്റെ വിവരങ്ങൾ ചോദിച്ചപ്പോ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സൈക്കോയുടെ കയ്യിലാണല്ലോ അതുകൊണ്ടേ കൊടുത്തത്. എന്ത്, ഈ കാറിന്റെ വിവരങ്ങൾ ഇയാൾ വാങ്ങുന്നുവോ എന്ന് കരുതി ഇത്രയും നാൾ വാങ്ങിനെ പിന്തുടർന്നത് ഈ സൈക്കോയായിരുന്നു. എന്തിനാണെന്ന് വെച്ചാ സൈക്കോ ആ ടിങ് എന്ന പെൺകുട്ടിയെ തിരയുകയായിരുന്നു. വാങ്ങും തിരയുന്നുണ്ടല്ലോ. അങ്ങനെ വാങ്ങിലൂടെ ടിങ്ങിനെ ഈ സൈക്കോ കണ്ടുപിടിച്ച് ഇപ്പോൾ ഒരു സ്ഥലത്ത് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തത് ഈ സൈക്കോയാണ്. എന്നാൽ എന്തിനാണ് ചീഫ് ഇതെല്ലാം ചെയ്തത് മെക്കാനിക്കാണെന്ന് പറഞ്ഞത്? ആ സൈക്കോ ടിങ്ങിനെ നോക്കി പറയാണ്, നിന്നോട് പാവം തോന്നിയിട്ടാണ് ആശുപത്രിയിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ഇത്രയും സുരക്ഷിതമായി ഞാൻ നോക്കിയത്. എന്നാൽ നീ എന്നെ വിട്ട് രക്ഷപ്പെട്ടു. അതും എന്റെ കയ്യിലുണ്ടായിരുന്ന പണം എല്ലാം എടുത്തുകൊണ്ട്. 9 വർഷം ഞാൻ നിന്നെ തിരയുകയായിരുന്നു. അറിയാമോ? ആ റിപ്പോർട്ടർ വാങ്ങിനാണ് നന്ദി പറയേണ്ടത്. അവനാലാണ് നിന്നെ എനിക്ക് തിരികെ കിട്ടിയത്. ഇവിടെ നമ്മുടെ വാങ് അയാളുടെ മെക്കാനിക് സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോവാണ്. വളരെ ദുഃഖിതനാണ്. കാരണം ടിങ് എന്ന പെൺകുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതെല്ലാം ചെയ്തത് നമ്മുടെ സുഹൃത്താണോ എന്ന സങ്കടത്തിലിരിക്കുമ്പോഴാണ് ആ മെക്കാനിക് സുഹൃത്ത് അയാളുടെ കുടുംബ ഫോട്ടോകൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണുന്നത്. അതിലൊരു ഫോട്ടോ കണ്ട് നമ്മുടെ വാങ് ഞെട്ടി. എന്നിട്ട് നേരെ ചീഫിനെ കാണാൻ പോകുന്നു. ചീഫ് കാറിൽ ഒരിടത്തേക്ക് പോകുമ്പോൾ പിന്നാലെ വാങ്ങും പിന്തുടരുന്നു. ആ ചീഫ് നേരെ ഒരിടത്തേക്ക് പോയി അവിടെ ഒരു പെൺകുട്ടിയെ കാണുന്നു. ആരാണെന്ന് നോക്കുമ്പോൾ അതും മാഗിയായിരുന്നു. യഥാർത്ഥത്തിൽ ആ ചീഫിനും മാഗിക്കും ഇടയിലൊരു ബന്ധമുണ്ട്. ഇത്രയും നാൾ മാഗിക്ക് വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് കരുതിയിരുന്നല്ലോ. അത് ഈ ചീഫായിരുന്നു. മാഗി ആ ചീഫിനെ നോക്കി പറയുന്നു, നിങ്ങളും മന്ത്രിയാകാൻ പോകുന്നു. ഇത്രയും നാളെ എന്നെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുമല്ലേ? വിഷമിക്കണ്ട, ഞാൻ മന്ത്രിയാവുന്നതിന് മുമ്പ് നിനക്കെല്ലാം സെറ്റിൽ ചെയ്ത് തരാം എന്നയാൾ പറയുന്നു. ഇതെല്ലാം താഴെ നിന്ന് നമ്മുടെ വാങ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാഗും വാങ്ങിനെ കാണുന്നു. ചീഫിനോട് പറയുമ്പോൾ ചീഫ് താഴെ വന്ന് വാങ്ങിനോട് സംസാരിക്കുന്നു. വാങ് മെക്കാനിക് സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു ഫോട്ടോ കൊണ്ടുവന്ന് പറയാണ്, ഈ ഫോട്ടോയിലുള്ള തീയതി നോക്ക്. ആ ആക്സിഡന്റ് നടന്ന സമയമാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്റെ സുഹൃത്ത് അവന്റെ കാമുകിയെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ലൊക്കേഷൻ ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണ്. തീർച്ചയായും അവൻ നിങ്ങളുടെ കാർ എടുത്തുകൊണ്ട് പോയിട്ടില്ല. അങ്ങനെ എടുത്തുകൊണ്ട് പോയിരുന്നാലും ആക്സിഡന്റ് നടന്ന സമയത്ത് ഇവിടെ എത്താൻ കഴിയില്ല. അപ്പോൾ ഈ ആക്സിഡന്റ് നടത്തിയത് എന്റെ സുഹൃത്തല്ല. സത്യം പറ എന്ന് ചോദിക്കുമ്പോൾ ചീഫ് സത്യം പറയാൻ തുടങ്ങുന്നു. 9 വർഷം മുമ്പ് ഓഫീസിലൊരു പാർട്ടി നടന്നിരുന്നല്ലോ. അതിൽ ചീഫും മാഗിയും മദ്യപിച്ച് കാറിൽ വരികയായിരുന്നു. ചീഫാണ് കാർ ഓടിച്ചിരുന്നത്. അടുത്തുള്ള മാഗി വെറുതെ ഇരിക്കാതെ ശല്യം ചെയ്തപ്പോൾ നിയന്ത്രണം വിട്ട് എതിരെ വന്ന ഒരു കാറിനെ ഇടിക്കുന്നു. അവർ മദ്യപിച്ചിരുന്നതുകൊണ്ട് അവിടെ നിന്നാൽ പ്രശ്നമാകുമെന്ന് കരുതി രക്ഷപ്പെടുന്നു. എന്നാൽ ചീഫിന്റെ കാറിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നതുകൊണ്ട് പോലീസ് കണ്ടുപിടിക്കുമെന്ന് ഭയന്ന് ചീഫ് മെക്കാനിക് സുഹൃത്തിന്റെ അടുത്തേക്ക് പോയി അയാളുടെ കാലിൽ വീണ് ദയവായി എന്റെ കാറൊന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞ് കെഞ്ചുന്നു. അവൻ കാറ് ശരിയാക്കി കൊടുത്തു. ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എന്നാൽ 9 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വാങ് വീണ്ടും ഈ കേസ് കുത്തിപ്പൊക്കിയപ്പോ താൻ പിടിക്കപ്പെടുമെന്ന് ഭയന്ന് ചീഫ് എല്ലാ കുറ്റവും മെക്കാനിക് സുഹൃത്തിന്റെ മേൽ ചുമത്താൻ വേണ്ടി അവനെ കൊലപ്പെടുത്തുന്നു. ഇതെല്ലാം കേട്ട് നമ്മുടെ വാങ് ആകെ ദേഷ്യത്തിലാകുന്നു. ഇത് ഞാൻ പുറത്തു പറയും, നിങ്ങൾക്ക് ശിക്ഷ വാങ്ങി തരും. ഉടനെ ചീഫ് പറയുന്നു,
എല്ലാത്തിനും തെളിവ് വേണം. നിന്റെ കയ്യിലുള്ള തെളിവുകളൊന്നും മതിയാകില്ല. നോക്ക്, ഞാൻ ഉടൻ തന്നെ മന്ത്രിയാകും. മീഡിയയിലെ ജോലിയിൽ നിന്ന് നിന്നെ പിരിച്ചുവിട്ടല്ലോ. വിഷമിക്കണ്ട. അതേ മീഡിയയിൽ നിനക്ക് വലിയൊരു പോസ്റ്റ് ഞാൻ വാങ്ങിത്തരാം. അതുകൊണ്ട് ഇക്കാര്യം അങ്ങ് വിട്ടേക്ക് എന്ന് പറയുന്നു. നമ്മുടെ വാങ്ങിനും എന്തു ചെയ്യണോന്നറിയില്ല. കാറിലിരുന്ന അയാളുടെ ഫോണിലെ ഫോട്ടോകൾ പരിശോധിക്കുകയാണ്. ടിങ്കിന്റെ കുടുംബം താമസിച്ചിരുന്ന സ്ഥലത്ത് പോയപ്പോൾ ചില ഫോട്ടോകൾ എടുത്തിരുന്നല്ലോ. ടിങ്കിന്റെ പഴയ ഫോട്ടോ. അങ്ങനെ ടിങ്കിന്റെ അടുത്ത് ഒരു പയ്യൻ ഇരിക്കുന്നത് കാണുന്നു. അതാ സൈക്കോയായിരുന്നു. ഇവനെന്താ ടിങ്കിന്റെ കൂടെ? അവന് സംശയം തോന്നുന്നു. എന്നാൽ ആ സൈക്കോയുടെ വീട്ടിൽ വാങ് പരിശോധിച്ചപ്പോൾ സംശയിക്കത്തക്കതായി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വാങ് ആ സൈക്കോയെ പിന്തുടരാൻ തുടങ്ങാണ്. രാവിലെ അയാൾ ജോലിക്ക് പോകുന്നത് മുതൽ രാത്രി വീട്ടിലേക്ക് വരുന്നത് വരെ പിന്തുടരുന്നു. ആ സൈക്കോ നേരെ അയാളുടെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് കരുതുമ്പോൾ അടുത്ത വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ പെൺകുട്ടി അവിടെ ആയിരിക്കണം എന്ന് വാങ്ങിന് തോന്നുന്നു. പെട്ടെന്ന് ആ സൈക്കോ ശരീരത്തിൽ ഒരു കവർ പോലെയുള്ള വസ്ത്രം ധരിച്ചു വരുന്നു. രക്തം പുരണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നു. അയ്യോ, ആ പെൺകുട്ടിയെ കൊന്നു എന്ന് കരുതി വേഗത്തിൽ വാതിൽ തട്ടാൻ തുടങ്ങുന്നു. സൈക്കോ വാതിൽ തുറക്കുമ്പോൾ രണ്ടുപേരും വഴക്കിടാൻ തുടങ്ങാണ്. ആ സൈക്കോ വാങ്ങിനെ പിടിച്ച് കത്തിക്കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷെ കൊല്ലുന്നില്ല. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടേ? ആ പെൺകുട്ടിയെ തിരഞ്ഞല്ലേ നീ വന്നേ? ഇതാ എന്ന് പറഞ്ഞ് ഒരു താക്കോല് എറിഞ്ഞു കൊടുത്തിട്ട് ആ പെൺകുട്ടി ആ റൂമിലുണ്ട്, പോയി നോക്ക് എന്ന് പറഞ്ഞയക്കുന്നു. നമ്മുടെ വാങ് ആ വാതിൽ തുറന്നു നോക്കി ഞെട്ടിത്തരിച്ച് നിൽക്കാണ്. ഇപ്പോൾ കഥ 9 വർഷം പിന്നിലേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത് നമുക്കിപ്പോൾ മനസ്സിലാകും. യഥാർത്ഥത്തിൽ ആ സൈക്കോ, ടിങ്, പിന്നെ ആ ആക്സിഡന്റിൽ മരിച്ച ടിങ്ങിന്റെ ബോയ്ഫ്രണ്ടും, ഇവർ 3 പേരും സുഹൃത്തുക്കളായിരുന്നു. ഒരു വലിയ ബിസിനസ്സുകാരന്റെ മകളെ തട്ടിക്കൊണ്ടുപോകാൻ അവർ പദ്ധതിയിടുന്നു. കാരണം എങ്കിൽ മാത്രമേ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഒരുപാട് പണം വാങ്ങാൻ കഴിയൂ എന്ന് കരുതി. അതുപോലെ തന്നെ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പണവും വാങ്ങാണ്. തിരികെ ആ പെൺകുട്ടിയെ കൊണ്ടുപോയി വിടണം. ആ പെൺകുട്ടിയെ നോക്കേണ്ടത് സൈക്കോയുടെ ജോലിയായിരുന്നു. എന്നാൽ ആ സൈക്കോ ആ പെൺകുട്ടിയെ കൊല്ലുന്നു. ടിങ്ങിനും ടിങ്ങിന്റെ ബോയ്ഫ്രണ്ടിനും ഒന്നും മനസ്സിലാവുന്നില്ല. എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനെന്ത് ചെയ്യാനാ, ആ പെണ്ണ് വെറുതെ ഒച്ച വെച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ട് കൊന്നു എന്ന് പറയുന്നു. ടിങ്കിന്റെ ബോയ്ഫ്രണ്ട് പറയുന്നു, ഇതുകൊണ്ടാണ് ഇവനൊരു സൈക്കോയാണെന്ന് പറയുന്നത്, മനസ്സിലായോ? ഇനി നമ്മുടെ ഇവന്റെ കൂടെ ഒന്നും ചെയ്യണ്ട, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ടിങ്ങിന്റെ ബോയ്ഫ്രണ്ട് ടിങ്ങിനെയും കൂട്ടി പണവും എടുത്ത് അവർ മാത്രം പോകാൻ കാറിൽ ശ്രമിക്കുകയാണ്. എന്നാൽ ആ സൈക്കോ പിന്നാലെ, ഏയ്, 3 പേരും ചേർന്നിട്ടാണ് പ്ലാൻ ഇട്ടത്, എന്നെ തനിച്ചാക്കി പോലെ എന്ന് പറഞ്ഞ് അലറുന്നു. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ടിങ്ങും അവളുടെ ബോയ്ഫ്രണ്ടും കാറിൽ പണവുമായി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ചീഫിന്റെ കാർ വന്ന് ഇടിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ചീഫും മാഗിയും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നമ്മുടെ വാങ്ങും ഫോട്ടോകളെടുത്ത് അയാളുടെ കാറിലേക്ക് പോകുന്നു. ആ ഇടവേളയിലാണ് ഈ സൈക്കോ പോയി നോക്കുന്നത്. നോക്കുമ്പോൾ ആ ബോയ്ഫ്രണ്ട് അപ്പോഴും ജീവനോടെ ഉണ്ടായിരുന്നു. ആ ബോയ്ഫ്രണ്ടിനെ ഈ സൈക്കോ തന്നെ കൊന്നിട്ട് ടിങ്ങിനെ ഒന്നും ചെയ്യാതെ പണവും എടുത്ത് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത്. ഇപ്പോൾ കഥ പ്രസന്റിലേക്ക് വരാണ്. വാതിൽ തുറന്ന് നമ്മുടെ വാങ് കാണാണ്. ഉള്ളിൽ ആ സൈക്കോ ടിങ്ങിന്റെ കൈകാലുകളെല്ലാം കഷ്ണം കഷ്ണമായി വെട്ടിയിട്ടിരിക്കുകയാണ്. അത് കണ്ട് വാങ് ഛർദ്ദിക്കുന്നു. കാരണം അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. സൈക്കോ പിന്നിൽ വന്ന് മൂർച്ചയുള്ള ഒരു വസ്തു കൊടുത്തിട്ട്, ഈ പെൺകുട്ടിയെ നീ തന്നെ കൊല്ല്, പാവം വേദന കൊണ്ട് പിടയുകയല്ലേ എന്ന് പറയുന്നു. എന്നാൽ വാങ് അത് വാങ്ങി ആ സൈക്കോയെ കുത്തിക്കൊല്ലുന്നു. അതിനുശേഷം വേദന കൊണ്ട് പിടയുന്ന ടിങ്ങിനെയും വാങ് തന്നെ കൊല്ലുന്നു. അതിനുശേഷം വാങ് ചീഫിനെ കാണുന്നു. ചീഫ് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നല്ലോ. കാർ ഓടിച്ച് താനാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന്. അതെല്ലാം വാങ് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് ആ മീഡിയയുടെ ഡയറക്ടറായി നമ്മുടെ വാങ് മാറാണ്. പിന്നെ ഒരു എഡിറ്റർ ഉണ്ടല്ലോ, അയാൾക്ക് വാങ്ങിന് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ വാങ് എഡിറ്ററെ നോക്കി ചോദിക്കുന്നു, നീയാണല്ലോ ചീഫിനോട് പറഞ്ഞ് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. എന്റെ മേൽ നിനക്ക് എന്താ ഇത്ര ദേഷ്യം? എന്ത്, ഞാനോ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറഞ്ഞത്? എടാ, മാഗിയൊന്നും പെണ്ണില്ലേ, ആ പെണ്ണാണ് ഇതിനെല്ലാം കാരണം. നീ ഹെഡ് ഓഫ് ദ ടേബിൾ ആയി പോകുമോ എന്ന ദേഷ്യത്തിൽ ചീഫിനോട് പറഞ്ഞ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് ഞാനല്ല എന്നയാൾ പറയുമ്പോൾ വാങ് ഞെട്ടുന്നു. ആ എഡിറ്റർ പറയുന്നു, നമ്മുടെ ചീഫിനും ആ മാഗിക്കും ഇടയിൽ ഒരു ബന്ധമുണ്ട്. 9 വർഷം മുമ്പ് ഒരു പാർട്ടി നടന്നല്ലോ. ആ പാർട്ടിയിൽ നമ്മുടെ ചീഫ് നന്നായി മദ്യപിച്ചിരുന്നു. ഈ മാഗി എന്ന പെണ്ണാണ് ചീഫിന്റെ കാർ ഓടിച്ച് ചീഫിന്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. അന്ന് തൊട്ടേ അവർക്കിടയിൽ ബന്ധമുണ്ട്. നമ്മുടെ വാങ്ങിന് ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം ചീഫ് പറഞ്ഞത് താനാണ് കാർ ഓടിച്ചു വന്ന് ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്നാണല്ലോ. എന്നാൽ ഇവിടെ എഡിറ്റർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ കാർ ഓടിച്ചത് മാഗിയാണ്. മാഗിയാണ് ആക്സിഡന്റ് ഉണ്ടാക്കിയത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മുടെ വാങ് മാഗിയോട് തന്നെ ചോദിക്കുന്നു. മാഗിക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. നീ ഞാൻ പറയുന്നത് വിശ്വസിക്കുമോ അതോ ആ എഡിറ്റർ പറയുന്നത് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആരും പറയുന്നത് വിശ്വസിക്കില്ല, ഞാൻ പറയുന്നത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. കാരണം ഇതിനപ്പുറം മാഗിക്ക് വാങ്ങിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ചീഫ് മന്ത്രിയായി. മന്ത്രിയുടെ പൂർണ്ണ പിന്തുണ വാങ്ങിനാണ്.
കാരണം റെക്കോർഡിങ്സ് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ വാങ് ആ കമ്പനിയുടെ ഡയറക്ടറായി വേറെ ലെവലിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു മീറ്റിംഗ് നടക്കുന്നു. ആ മീറ്റിംഗിൽ നമ്മുടെ വാങ് ഒരു കാര്യം പറയാൻ തുടങ്ങുന്നു. ഒരു സംഭവം ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലും വ്യത്യസ്തമായിരിക്കും. അത് എത്ര വ്യത്യസ്തമാണെങ്കിലും ഒരു കാര്യം മാത്രം സത്യമാണ്. എല്ലാവരും കള്ളന്മാരാണ്. എന്നയാൾ പറയുമ്പോൾ കഥ വീണ്ടും 9 വർഷം പിന്നോട്ട് പോകുന്നു. നമ്മുടെ വാങ് ആ ആക്സിഡന്റ് കണ്ടിട്ട് ടോർച്ച് ലൈറ്റ് എടുത്ത് പോകുമല്ലോ. അവിടെ ചെന്ന് ആ ആക്സിഡന്റായ കാറ് കാണുന്നു. ടെങ്ങിനും അവളുടെ ബോയ് ഫ്രണ്ടിനും പരിക്കേറ്റിരുന്നു. കാറിന് പിന്നിൽ ഒരുപാട് പണമുണ്ട്. ഉടനെ നമ്മുടെ വാങ് അതിൽ നിന്ന് കുറച്ച് കെട്ടുകളെടുത്ത് അയാളുടെ വണ്ടിയിൽ വെക്കുന്നു. ഈ ഇടവേളയിലാണ് ആ സൈക്കോ വന്ന് ടിങ്ങിന്റെ ബോയ് ഫ്രണ്ടിനെ കൊന്നിട്ട് ബാക്കിയുള്ള പണവും എടുത്ത് രക്ഷപ്പെടുന്നത്. ഇവിടെ നമ്മുടെ വാങ് ഒന്നും അറിയാത്തതുപോലെ പോലീസിനെ വിളിച്ച് വിവരം പറയുന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തെന്നാൽ എല്ലാവരും കള്ളന്മാരാണ്, ഇവിടെ ആരും നല്ലവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയുടെ അവസാനിക്കാണ്. അപ്പോൾ കണ്ടില്ലേ, നടന്നത് ഒരേ ഒരു ആക്സിഡന്റ് ആണ്. എന്നാൽ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലും വ്യത്യാസമാണ്. അവസാനം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ കഥ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.